ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് ദേവയാനിയോട് പറയാണ്, ഇനി എങ്ങനെയെങ്കിലും അവൾക്ക് എനിക്ക് ലിവർ തന്ന ആ പെൺകുട്ടിയുടെ നന്മ കണ്ടില്ലെന്ന് നടിക്കാൻ ഈ അമ്മക്ക് കഴിയില്ല, അവളൊന്നും വേണ്ടെന്ന് പറഞ്ഞെങ്കിലും കൂടി നീ എന്തെങ്കിലും കൊടുക്കണമെന്ന് പറയാനേട്ടാ. അപ്പോൾ ആദർശ് പറയാണ്, ഞാൻ അമ്മയെ അങ്ങനെ പറഞ്ഞാൽ ഞാൻ നോക്കാം, അമ്മയുടെ ആഗ്രഹമല്ലേ, ഞാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞു പോവാണ് കേട്ടോ. ഇതേ സമയം ആദർശ് തൻ്റെ അച്ഛനോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ ആദർശിനോട് അച്ഛൻ പറയണേ, എന്തായാലും നിൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹമല്ലേ, നിൻ്റെ അമ്മയുടെ കൈകളിൽ നിന്ന് കിട്ടുന്ന ആ സാധനം നീ എന്തായാലും നയനയുടെ കൈകളിൽ എത്തിച്ചു കൊടുക്കുക എന്ന തീരുമാനം എടുക്കണം കേട്ടോ. ഇതേ സമയം മുത്തശ്ശനാണെങ്കിലോ ആദർശിനോട് പറയണം, മോനെ നീ നയനയുടെ അടുത്തോട്ടൊന്ന് പോകണം, നീ പോകുന്ന വഴിയാണെങ്കിൽ അവൾക്ക് ഒരു സാധനം തരാനുണ്ട്, ഇത് നീ അവൾക്ക് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പം അനി പറയാണ്, ഞാനും ഉണ്ട് അങ്ങോട്ടേക്ക് എന്ന് പറയണേ. ഇത് കേൾക്കിട്ടാണ് അനാമിക അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോഴേക്കും അനാമിക അങ്ങ് പൊട്ടിത്തെറിക്കാണ്. ഇവിടെ ഇപ്പം എന്തിനാ അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞ് ഈ പറയുന്ന അവളുടെ അടുത്തോട്ട് അനിയെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കേണ്ട ആവശ്യം, അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന മുത്തശ്ശൻ പറയണേ, എന്താ എൻ്റെ കൊച്ചുമകനെ അവിടെ പോയാൽ എന്താ പ്രശ്നം, അത് കൊച്ചുമകനെ അങ്ങോട്ടേക്ക് പോകുന്നത് നേനെടുത്തിയെ കാണാനെന്ന് പറഞ്ഞ് ആ വീട്ടിലോട്ട് അങ്ങ് പോയിട്ട് പിന്നീട് നന്ദുവിനെ കാണാനെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന മുത്തശ്ശനങ്ങ് ദേഷ്യം പിടിക്കണത്, നിൻ്റെ വായിൽ തോന്നിയ സംസാരം ഇവിടെ വിളിച്ച് പറയത് എൻ്റെ കൊച്ചുമക്കൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയാം. അപ്പോൾ ഉടൻ തന്നെ അനാമിക പറയണേ, അത് മുത്തശ്ശൻ്റെ തോന്നൽ മാത്രമാണ്, ഈ പറയുന്ന അനി എന്ന് പറയുന്ന ആള് ഈ നന്ദുവിനെ സ്നേഹിച്ചിരുന്നു, അതുകൊണ്ട് ആ സ്നേഹം ഇപ്പോഴും തുടരുന്നുണ്ടോ എന്ന് സംശയമാണെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയണേട്ടാ. അത് കേൾക്കുന്ന മുത്തശ്ശൻ പറയണേ, ഇതാണ് നിൻ്റെ പ്രശ്നം, നീ എടുത്തു ചാട്ടി ഓരോ പരിപാടികൾ ചെയ്യും, അനിക്ക് അവിടെ പോവാൻ എന്തുകൊണ്ടും സ്വാതന്ത്ര്യമുണ്ട്, ഒരു താലി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു പെണ്ണിനെ സ്നേഹിക്കാൻ പോകുന്ന പരിപാടിയൊന്നും എൻ്റെ കൊച്ചുമക്കൾക്കില്ല, അതുകൊണ്ട് തന്നെ അവനവിടെ പോയി എന്ന് വെച്ച് എന്താ കുഴപ്പം, അവന് പൊയ്ക്കോട്ടെ എന്നുള്ള ആ തീരുമാനം എടുക്കാൻ കേട്ടോ. ഇതേ സമയം തനിക്ക് ഇനി മുത്തശ്ശനോടൊന്നും എതിർത്ത് പറയാനും കഴിയില്ല. ഇനി ഇതിൻ്റെ പേരിൽ ഒരു ചർച്ച വേണ്ട ആദർശേ, ഇവൻ പൊയ്ക്കോളും, ഇവൻ പോയി എന്ന് കരുതി ഈ വീട്ടിൽ എന്ത് പ്രശ്നം നടക്കുന്നെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയാനേട്ടോ. എന്നാൽ ഈ സമയം ആദർശ് അങ്ങ് പോവുകയും ചെയ്തു. അനിയാണെങ്കിലോ ആദർശ് തന്ന ആ ഒരു മുത്തശ്ശൻ തന്ന ആ സാധനവുമായി നന്ദുവിൻ്റെ അരികിലോട്ട് പോകണ്ടിട്ടോ. ഈ സമയം അനാമികക്ക് സഹിക്കില്ല. അങ്ങനെ ജാനകിയുടെ അടുത്തോട്ട് ചെല്ലാണ്. അമ്മേ, അവന് അങ്ങോട്ടേക്ക് പോകുന്നത് ഈ നയനയെ കാണാൻ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്നത് ഈ പറയുന്നത് പോലെയൊന്നല്ല, നന്ദുവിനെ കാണാൻ വേണ്ടിയാണ്. അവർ തമ്മിൽ വീണ്ടും ഒരു സ്നേഹം വർക്കായിട്ടുണ്ടോ എനിക്കൊരു സംശയമുണ്ട്. അത് കേട്ട ഉടൻ തന്നെ ജാനകി പറയാണ്, ഇതിന് മാത്രം എന്ത് പ്രശ്നമാണ് അവൾക്കുള്ളത്, ഈ നയന എന്ന് പറയുന്നവൾ എന്തിനാണ് അവിടെ ഇങ്ങനെ പോയിരിക്കുന്നത്, ഇതിന് മാത്രം എന്ത് പ്രശ്നമാണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, അത് നമുക്ക് അന്ന് അമ്മയെ കയ്യോടെ പിടികൂടണം, അമ്മ എൻ്റെ കൂടെ വരികയാണെങ്കിൽ അനി അവിടെ ആരെ കാണാനാകുന്നു പോകുന്ന സത്യം നമുക്കിപ്പോൾ അറിയാൻ കഴിയുമെന്ന് പറയാനട്ടോ. ഇത് കേൾക്കുന്ന ജാനകി പറയണം, ശരിയാണ്, ഇന്നത്തോടു കൂടി അവൻ്റെ ഈ ഒരു കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കണം. ഒരുത്തിയെ താലി കെട്ടിയിട്ട് മറ്റൊരുത്തിയെ തേടിപ്പോകുന്ന അവൻ്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, അത് ഇന്നത്തോടു കൂടി നിർത്തണം. എന്തായാലും അവന് നയനയെടുത്തിയെ കാണാൻ എന്ന പേരും പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണോ, അതോ അവളെ കാണാനാ മൊട്ടച്ചിയെ കാണാനാണെന്നുള്ള അത് എനിക്ക് തീരുമാനിച്ചേ പറ്റുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ ജാനകിയും അനാമികയും അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. ഇതേ സമയം നന്ദു അവിടെ എത്തിയിരിക്കുകയാണ്, നന്ദുവിൻ്റെ അരികിലോട്ട് ഇങ്ങനെ അനി എത്തിയിരിക്കുകയാണ്. അപ്പോൾ വാതിലിങ്ങനെ തുറക്കുമ്പോൾ തന്നെ അനി കാണുന്നത് നന്ദുവിനെയാണ് കേട്ടോ. നന്ദുവിനെ കാണുമ്പോൾ അനിയുടെ മനസ്സ് വല്ലാത്തൊരു കുളിരേകാണ്. കാരണം തനിക്ക് തൻ്റെ ഭാര്യയിൽ നിന്നും മനസ്സമാധാനം എന്തെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. വിവാഹം നിശ്ചയിച്ചത് മുതൽ എന്നും കലഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നന്ദുവിൻ്റെ മുഖം കാണുമ്പോൾ അനിയുടെ മനസ്സിനൊരു കുളിര് കിട്ടുകയാണ് കേട്ടോ. അപ്പോൾ നന്ദു, ഇത് ആദർശേട്ടൻ തന്നതാണ്, മുത്തശ്ശനും തന്നതാണ്, ഇത് നയനേടത്തിയുടെ കൈകളിൽ കൊടുക്കണമെന്ന് പറയാനേട്ടാ. അപ്പോൾ ഇത് കണ്ടിട്ടാണ്, ഈ ഗിഫ്റ്റ് നന്ദുവിൻ്റെ കയ്യിൽ കൊടുക്കുന്നത് കണ്ടിട്ടാണ് അങ്ങോട്ടേക്ക് ഈ പറയുന്ന ജാനകിയും അനാമികയും വരുന്നത്. അങ്ങനെ വണ്ടി ഉമ്മറത്ത് വന്ന് നിൽക്കുമ്പോൾ തന്നെ നന്ദു, ഈശ്വര പെട്ടല്ലോ, ഇനി എന്ത് ചെയ്യും, എന്താണ് ഇനിയിപ്പോൾ ചെയ്യുക എന്നുള്ള ആ ഒരു ഇതോട് കൂടി നിൽക്കുകയാണ്. അപ്പോഴാണ് അനാമിക അവിടെ നിന്നങ്ങോട്ട് ഇറങ്ങി വരുന്നത്. എന്താടി ഇപ്പം ഞാൻ പറഞ്ഞത് എന്തായി അമ്മേ, ഇവൻ വന്നിരിക്കുന്നത് കണ്ടില്ലേ, ഇതിന് വേണ്ടിയാണ് ഇവൻ വന്നിരിക്കുന്നത്, ഇത് കണ്ടോ, ഇവരുടെ വീട്ടിൽ ആരുമില്ലേ, ചോദ്യം ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ജാനകി അപ്പോഴേക്കും അകത്തോട്ട് കയറാനിട്ടാ. അപ്പം നയനയാണെങ്കിലും ഇങ്ങനെ കൊച്ചി പതുക്കെ ഇങ്ങനെ അകത്തോട്ട് ഈ ബഹളം കേട്ടിട്ട് പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ ഈ ബഹളം എന്താണെന്ന് നയനക്ക് അറിയില്ലല്ലോ. അങ്ങനെ നയന ശബ്ദം കേട്ട് വന്ന് നോക്കുമ്പോൾ അവിടെ ജാനകിയും ഈ പറയുന്ന അനാമികയും നിൽക്കുന്നത് കാണുമ്പോൾ നയനൊന്ന് ഞെട്ടുന്നുണ്ട്. ഇതേ സമയം, എന്തിനാടാ നീ ഇവിടെ പാത്തും പതുങ്ങി ഇങ്ങോട്ടേക്ക് വരുന്നത്, ഇവളുടെ കാട്ടിക്കൂട്ടിലും ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവളാണല്ലോ ഇവർ കൊടുത്തെന്ന പെരുമാറ്റ രീതിയാണല്ലോ ഇവളോട് കാണുന്നത്, ഇവൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ അവിടെ നയന പറയുന്നുണ്ട്, അനാമിക നീ പ്രശ്നം ഉണ്ടാക്കില്ലേ, പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, നിൻ്റെ അനിയത്തിക്ക് എൻ്റെ ഭർത്താവിനെ വിട്ടുകൊടുക്കുകയാണോ ഞാൻ ചെയ്യേണ്ടത്, ഈ മൊട്ടച്ചിക്ക് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ഉടൻ തന്നെ നന്ദു പറയണത്, ഇതേ വായിൽ തോന്നിയത് ഓരോന്ന് വിളിച്ചാൽ ഞാൻ
അങ്ങനെ കേട്ട് നിൽക്കില്ല, നീ ഞങ്ങളുടെ വീട്ടിലാണ് നിൽക്കുന്നതെന്ന് നോക്കണം. അപ്പോൾ ഉടൻ തന്നെ ജാനകി പറയണേ, എന്താ നീ ചെയ്യുക, അതിന് മാത്രം എന്താ ചെയ്യുക എന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന നയനക്ക് ദേഷ്യം വന്നിട്ട്, ദയവ് ചെയ്ത് നിങ്ങളൊന്ന് വഴക്ക് കൂടാതെ ഇരിക്കുമോ, ഇവിടെ ആദർശേട്ടൻ എനിക്ക് തന്ന സമ്മാനവുമായി അനി വന്നതാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒന്നും പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല എന്ന് പറയണേ. അപ്പോഴേക്കും അനാമിക്കൊക്കെ അങ്ങ് ദേഷ്യം പിടിച്ച ഒരൊറ്റ ഉന്തങ്ങ് നയനയുടെ വയറ്റിലോട്ട് അങ്ങ് ഉന്താണിട്ട് അതോടുകൂടി നയനക്ക് പെയിൻ വരികയാണ്. ഈ സമയം ഇത് കണ്ടു നിൽക്കാൻ നന്ദുവിന് കഴിയില്ല. നന്ദു അങ്ങ് ദേഷ്യപ്പെട്ട് അനാമികയെ വീട്ടിൽ കയറി വന്ന് മറ്റുള്ളവരെ വായിൽ തോന്നി വിളിച്ചു പറഞ്ഞ്, ഇതൊക്കെ കേട്ട് നിൽക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് കരട നോക്കി അങ്ങ് കൊടുക്കണം കേട്ടോ. ഇതോടുകൂടി അനാമിക അങ്ങ് ചെന്ന് ഡോറിൽ അങ്ങ് വീഴുന്ന ആ ഒരു അവസ്ഥ എത്താണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നന്ദുവിൻ്റെ കൈകളിൽ നിന്ന് കിട്ടിയ അടി ഇങ്ങനെ അനാമികയുടെ കണ്ണിലൂടെ പൊന്നീച്ച പറയതുപോലെ ആവാണ് കേട്ടോ. എന്നാൽ ഈ സമയം നയനയാണെങ്കിലോ വേദന കൊണ്ട് സഹിക്കാനാവാതെ ഇങ്ങനെ തൻ്റെ വയറിങ്ങനെ പൊത്തി പിടിക്കാൻ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ജാനകി ചോദിക്കുകയാണ്, നീ എൻ്റെ മരുമകളെ അടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ഈ മരുമകൾക്ക് വിലങ്ങിട്ടില്ലെങ്കിൽ എൻ്റെ കൈയിൻ്റെ ചൂട് ഇനിയും ഇവരെ അറിയോ, കല്യാണം കഴിച്ചത് മുതൽ ഞാൻ അനിയെ വിട്ടു തന്നത് ഈ പറയുന്ന ഇവൾക്ക് വേണ്ടിയാണ്. ഇവൾ കല്യാണം കഴിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വീട്ടുകാരുടെ ജീവിതത്തിൽ ഒരു തരം സമാധാനം തരുന്നില്ല എങ്കിൽ എനിക്കിത് ചെയ്യേണ്ടി വരും. ഞാനും അനിയും ഒരു തവണ സ്നേഹിച്ചെന്ന് കരുതി എൻ്റെ ചേച്ചിമാരെ ആ വീട്ടിലോട്ട് കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇവൾക്ക് വേണ്ടി ഞാൻ ആ വീട്ടിൽ പോലും വരാതെ ഇരുന്നിട്ടും ഇവൾ എൻ്റെ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഈ സമയം അനാമിക ദേഷ്യം പിടിച്ച്, നീ എന്നെ അടിച്ചോടി എന്ന് പറയുമ്പോൾ നന്ദു പറയണേ, ഇനി അടി എൻ്റെ കയ്യിൽ നിന്ന് വീഴണ്ട എന്നുണ്ടെങ്കിൽ മര്യാദക്ക് അമ്മ ഇവളെയും കൂട്ടിപ്പോയിക്കോ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോകും. ഇവളുടെ തന്നിഷ്ടത്തിന് ജീവിക്കലല്ല എൻ്റെ പണി. ഇവൾ എവിടെയെല്ലാം പോകുന്നുണ്ട്, ഞാനത് ചോദ്യം ചെയ്യാൻ നിൽക്കുന്നില്ലല്ലോ. പിന്നെ നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താ എന്നിങ്ങനെ അനിയും പറയാനേട്ടാ. അപ്പോൾ ഇതൊക്കെ കണ്ട് ഇങ്ങനെ ഗോവിന്ദനും ഈ പറയുന്ന കനകവും ഞെട്ടിപ്പോവാണ്. ഒരിക്കലും നന്ദു അടിക്കാൻ പാടില്ലാത്ത ഒരു അടി അടിച്ചു, ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നമുണ്ടാവുമെന്ന് കരുതി നിൽക്കുന്ന സമയത്താണ് നയന വേദന കൊണ്ട് പുളയുന്നത് കേട്ടോ. അങ്ങനെ അനിയാണെങ്കിൽ ഇവരെയും കൊണ്ട് പോവുകയും ചെയ്യാണ്. എന്നാൽ ഈ സമയം നയനക്ക് വേദന സഹിക്കാനാവാതെ നയന അനാമികയുടെ ആ ഉന്തിൽ നയനയുടെ ആ സ്റ്റിച്ചിൽ ചെറിയൊരു ഇൻഫെക്ഷൻ വരികയാണ് കേട്ടോ. അങ്ങനെ ഇനി എന്തായാലും അനാമികയുടെ ഈ പ്രവൃത്തി കൊണ്ട് അനാമികക്ക് തന്നെ ആദർശിൻ്റെ കൈകളിൽ നിന്ന് കിട്ടേണ്ട ആ ഒരു ഇതിലോട്ടാണ് ഇനി കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നന്ദുവിൻ്റെ കൈകളിൽ നിന്നും ആ അടി കിട്ടിയത് കൊണ്ട് തന്നെ ഇനി അനാമിക ഒന്ന് ചെറുതായി പേടിക്കൂട്ടോ. നന്ദുവിൻ്റെ കൈകളുടെ ചൂട് എന്താണെന്ന് ശരിക്കും അനാമിക അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ഒരു പരദൂഷണവും ഇനി ഒരു വായിൽ തോന്നിയതും വിളിച്ചു പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് ഇനി ശരിക്കും അറിയോടി എന്നിങ്ങനെ ആ ഒരു വാണിംഗ് കൊടുത്തത് കൊണ്ട് തന്നെ ഇനി കുറച്ച് പേടിച്ചേ നന്ദുവിൻ്റെ മുന്നിലോട്ട് അനാമിക വരത്തുള്ളൂ കേട്ടോ. ഇതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുമെങ്കിലും കൂടി ഒരിക്കലും മുത്തശ്ശനും ഇതിനെ അംഗീകരിച്ച് കൊടുക്കില്ല കേട്ടോ. മുത്തശ്ശൻ്റെ അടുത്ത് വന്നിട്ടും അനാമിക ഇവനെന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നത്, ആദർശേട്ടൻ പോകുന്നുണ്ടല്ലോ, പിന്നെ ഇവനെന്തിനാ പോയതെന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ അവിടെ ഈ പറയുന്ന ആദർശിൻ്റെ ഭാര്യയാണ് നയന ഉള്ളോടത്തോളം അവിടെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും കയറിച്ചരാം, ഒളിച്ചും പാത്തുമല്ലല്ലോ അവൻ പോയത് എന്നുള്ള ആ ചോദ്യവും പറച്ചിലും കൂടി ആവുമ്പോൾ അവിടെ ഒന്നും മിണ്ടാനാവാതെ അനാമിക തലകുനിച്ചു പോവേണ്ടി വരുന്ന ആ സീനുകളാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്.